ഈ ലാലേട്ടന് വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമാണ്. ഇപ്പൊ ലാലേട്ടൻ ഒരു സെറ്റിൽ വന്ന് ചുമ്മാ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക എന്ന് പറയാം. വെറുതെ ലാലേട്ടൻ സെറ്റ് വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ഇപ്പം ഒരു സ്ത്രീ ജനങ്ങൾ പിന്നെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരെ ഒരാണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കൗതുകത്തോടെ അങ്ങനെ നോക്കുന്നതെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കി. ഇതിനകത്ത് ഇവിടെ ഓപ്പോസിറ്റ് സെക്സ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ലാലേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ട് കാണുക വളരെ പാടായ ഒരു കാര്യമാണ്. കാരണം കാണുകയില്ല. ഇനി അഥവാ ദേഷ്യപ്പെട്ടാൽ പോലും നിമിഷങ്ങൾ കൊണ്ട് പുള്ളി അത് ഓവർകം ചെയ്തിട്ട് ഒരുപക്ഷെ പുള്ളിയുടെ തെറ്റല്ല, ഇപ്പം മറ്റുള്ളവരുടെ തെറ്റാണെങ്കിൽ പുള്ളി വന്ന് പോട്ടെ പോണേ അത് വിട്ടേക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നുവെച്ചാൽ അത്രയും മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. വളരെ നോക്കൂ, ഏതൊരു ജോലിയും 10, 15, 20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ആർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒരു പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയർമെൻറ്റ് വെച്ചിരിക്കുന്നത് കുറേ നാൾ കഴിയുമ്പോൾ അതിലൊരു മടുപ്പ്, അതുവഴി അതിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രമല്ല കുറേ നാൾ കഴിയുമ്പോൾ അതിൽ തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം. അതിൻ്റെയൊക്കെ പ്രായമാകുമ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ എത്ര വർഷമായിട്ടാണ് ഇദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും മടുപ്പ് തോന്നിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ആദ്യത്തെ സ്പാർക്ക് അത് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. മുകേഷ് അമേരിക്കയിലൊക്കെ പോയി തിരിച്ചു വന്നു. പിന്നെ അതിനുശേഷം ലാലേട്ടനെ കണ്ടിരുന്നു. മുകേഷ് ഏട്ടനുമായിട്ടൊക്കെ ഒരുമിച്ച് പിന്നെ ഛായാമുഖിയുടെ തുടക്കത്തിൽ ആ നാടകം സ്ക്രിപ്റ്റ് വായിക്കുവാനൊക്കെ പോയി. അതല്ലാണ്ട് തന്നെ പലപ്പോഴും കണ്ടിരുന്നു അദ്ദേഹത്തെ. ഈ കാണുന്ന സമയത്തൊക്കെ ഉള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശരി ലാലേട്ടനെ കുറിച്ച് മനസ്സിൽ വരുന്ന ഒരു അനുഭവം എന്തെങ്കിലും? ഇപ്പം ലാലേട്ടനൊക്കെ ബേസിക്കലി എൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ നമ്മൾ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അത്ഭുതത്തോടെ സ്മരിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 10-15 വർഷം മുമ്പ് കണ്ട ഒരാളാണെങ്കിലും അതിനുശേഷം കാണുമ്പോൾ അദ്ദേഹം പേര് പറഞ്ഞു വിളിക്കും. ഇപ്പം യദുവിനെ ഇപ്പം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം ഇത് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഇത് വളരെ അവിചാരിതമായിട്ട് ബോംബെയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നു. ഞാൻ യദു കൃഷ്ണൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. 15 വർഷത്തിന് ശേഷം ട്രിവാൻഡ്രം എയർപോർട്ട് വെച്ച് കാണുമ്പോൾ മിസ്റ്റർ യദു അല്ലേ, ഹായ് എന്ന് പറയുന്ന ഒരു ഓർമ്മശക്തി അദ്ദേഹത്തിനുണ്ട്. മെമ്മറി ഭയങ്കര. ഇപ്പം നോക്കൂ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ നമ്മളെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ വി വിൽ ഫീൽ സോ പ്രൗഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം യദു ഇപ്പം ഫിലിമിലുണ്ട്, ഞാൻ ഫിലിമിലുണ്ട്, അദ്ദേഹത്തിന് അറിയാമെന്ന് വിചാരിക്കും. ഒട്ടും അറിയാത്ത ഒരാൾ 15 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പ് പരിചയപ്പെട്ട ആ മനുഷ്യനെ വീണ്ടും പേര് പറഞ്ഞ് വിളിക്കുന്നൊരു സംഭവമുണ്ട്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാനറിസം അല്ലെങ്കിൽ നമ്മുടെ ചില കുസൃതികൾ അല്ലെങ്കിൽ നമ്മുടെ ചില വീക്ക്നെസ്സുകളൊക്കെ ഇതെങ്ങനെ പഠിച്ചു വെക്കും. മനസ്സിലായില്ലേ? എന്നെ പറ്റി പുള്ളിക്കാരെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഭക്ഷണത്തിനോട് ഇത്തിരി പ്രിയമുള്ള ആളാണെന്നറിയാം. അത്യാവശ്യം 2 സ്മോൾ കഴിക്കുന്ന ഒരാളാണെന്നറിയാം. അപ്പം അവിടെ ചെല്ലുമ്പോഴേ മുകേഷിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കഴിപ്പില്ല കേട്ടോ, നിങ്ങൾ ഏതാ ഡ്രിങ്ക് വേണ്ട, ഞാൻ കഴിക്കില്ല, ഡ്രിങ്ക് ഏതാന്ന് വെച്ച് പറഞ്ഞോളൂ. പിന്നെ ഫുഡ് നിനക്ക് ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ടോ, ഈ ചിരട്ടപ്പുട്ട് പോരെ എന്നൊക്കെ മനസ്സിലായി. അപ്പം നമ്മളെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. പുള്ളി ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുപക്ഷെ ആ സമയത്ത് സാക്രിഫൈസ് ചെയ്ത് ഫുഡ് കഴിക്കാതെ എണ്ണത്തോണിൽ ഉഴിച്ചിലും പിഴിച്ചിലുമായിട്ട് കിടന്നുകൊണ്ട് പട്ടിണിക്ക് ഇരുന്നുകൊണ്ട് മെലിഞ്ഞ് ആ ക്യാരക്ടറാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ കംഫർട്ടാക്കാൻ പുള്ളി ശ്രമിക്കും. നമ്മുടെ നീഡ്സിനെ എത്തിക്കും, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിക്കുക, നമ്മളെ കംഫർട്ടാക്കുക, സന്തോഷരാക്കുക. എന്നിട്ട് അന്ന് പോയത് ഈ ഛായാമുഖി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പൊരു സ്ക്രിപ്റ്റ് പ്രദീപ് കാവന്തർ എഴുതിയൊരു സ്ക്രിപ്റ്റ് വായിച്ചു. എന്നിട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഛായാമുഖിയിലോട്ട് വന്നത്. മുകേഷ് ഒറ്റ ഇരിപ്പിരുന്ന് ആ നാടകം മൊത്തം ഇരുന്ന് വായിച്ച്. അപ്പം ഇദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് ഒരു വെള്ള മുണ്ട കൊടുത്ത് വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിരുന്നു. മുകേഷ് ഇപ്പത്ത് നേരെ ഓപ്പോസിറ്റ് ഞാനിരുന്നു. ഒറ്റപ്പാലത്തുള്ള ആ ഗസ്റ്റ് ഹൗസിൽ ഈ സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങി. പുള്ളി സ്ക്രിപ്റ്റ് വായിക്കുന്നിടയ്ക്ക് ആരൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ അത് ശരി നാളെ രാവിലെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇതിങ്ങനെ മുകേഷ് വായിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അപ്പം എങ്ങനെ അതെ മറ്റേ 8ാമത്തെ രംഗത്തിൽ ഒക്കെ മെമ്മറിയിലുണ്ടേ, ഡയലോഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും. ഇവിടെ അതിനിടയ്ക്ക് സംസാരമുണ്ട്, ഫുഡ് റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, ഐസ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പോഴും ഇത് വായിക്കുന്നത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടി കയറിപ്പോകുന്നുണ്ട്. അതായത് ഈ ക്യാപ്ചർ ചെയ്യാൻ വേറെ എന്തോ മെമ്മറി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ സംഭവം ഉള്ള പോലെയാണ് അത്. മനസ്സിലെ ഞാൻ തിരിച്ചു വരുമ്പോൾ മോശം ഇത് എങ്ങനെയാണ് നമുക്ക് വേറെ പല കാര്യങ്ങളിലും നമ്മുടെ മെമ്മറി പോകുന്നുണ്ടാണ്. പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ.
പുള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ അതിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യുന്നെങ്കിലും ഫുള്ളി കോൺസെൻട്രേറ്റഡ് വിത്ത് ഡയലോഗ് സീൻ അല്ലെങ്കിൽ എതിരെ പറയുന്ന ആള് അതെല്ലാം തന്നെ അദ്ദേഹം വളരെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അമേസിങ്. 10 പേജ് 20 പേജ് ഡയലോഗ് കൊടുത്താലും അതിങ്ങനെ മറിച്ച് നോക്കിയിട്ട് നിമിഷങ്ങൾ കൊണ്ട് അത് ഇങ്ങനെ വെതർ ചെയ്യണത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ സീരിയലിലൊക്കെ അഭിനയിച്ച് പ്രോംപ്റ്റിംഗ് ഒക്കെ ഇട്ട് നശിച്ചിരിക്കുമ്പോൾ ഈ 35ാമത്തെ വർഷവും അദ്ദേഹം ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് പട്ടപടീന്ന് ഡയലോഗുകൾ വരെയാണ്. ഏതൊരു മനുഷ്യനും വർഷങ്ങൾ കഴിയുമ്പോൾ കുറേ പ്രായം എന്തായാലും 20 വയസ്സിൻ്റെ ഒരു ചുറുചുറുക്ക് 30-ൻ്റെ ഒരു ചുറുചുറുക്ക് 40 ഉണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇപ്പോഴും 20 വയസ്സിൽ നിൽക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ പവർ, ആ മെമ്മറി പവർ, ആ സിനിമയോട് ചെയ്യാനുള്ള ആ ഒരു അഭിനിവേശം, ആ ഒരു ഉണ്ടല്ലോ, ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ് ഇറ്റ്. അമേസിങ്. മഹേഷ് ചേട്ടാ, ഞാൻ ഈ നമ്മുടെ ഇത്രയും എപ്പിസോഡുകളിൽ തിരനോട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചത് ഒരു എപ്പിസോഡിലിരിക്കുന്നത്. ഞാൻ വാചാലനായെന്നല്ല, ഇതിനകത്ത് നമ്മുടെ പ്രൊഡ്യൂസർക്കും നമ്മുടെ ഡയറക്ടർക്ക് ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എവിടെയൊക്കെ കട്ട് ചെയ്യാനില്ല, സ്ഥലമില്ല. കാരണം പറഞ്ഞത് മുഴുവൻ നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടൻ്റെ ആരാധകൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മുഴുവൻ. അതല്ലേ, ഒന്നും കളയാനില്ല. അത് സത്യം. ഇന്ന് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നാലും മഹേഷിൽ നിന്ന് ഇതിൽ നിന്നും 100 ഇരട്ടി കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന എനിക്കറിയാം. ഐ ആം ഡൗൺ ടു എർത്ത് എ ബിഗ് ഫാൻ ഓഫ് ഹിസ്. ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ഫാൻ ഞാനാണെന്ന് ഞാൻ അഹങ്കാരത്തോടെ പറയും. വേറെ ആരെങ്കിലും ആണെന്ന് ഞാൻ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനാണ് ഏറ്റവും വലിയ ആരാധകൻ. പക്ഷേ ഞാനല്ല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഒത്തിരി സന്തോഷം മഹേഷ് ചേട്ടാ വന്നതിൽ. തീർച്ചയായിട്ടും മഹേഷ് ചേട്ടന് ലാലേട്ടനുമായിട്ട് സഹകരിച്ചു പോകാൻ, അത് അഭിനയത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് കിട്ടി ഒരു സിനിമ നിർമ്മിക്കുന്നതിലൂടെ ആവാം. എന്താണെങ്കിലും അദ്ദേഹവുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തിരനോട്ടത്തിൽ വന്നതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്ലഷർ ഈസ് മൈൻ. Thank you so much.